സാഹചര്യം അനുസരിച്ച് കോട്ടിക്കളയുന്നതല്ല ദൈവവചനം. വചനം ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വ, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. വചനത്തിൽ ഇല്ല എന്നൊരു കാര്യം ഉണ്ടെങ്കിൽ അവൻ ഇല്ല എന്ന് തന്നെയാണ്. ഉണ്ട്, അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യണമെന്ന് തന്നെയാണ്. ചില കാര്യങ്ങൾ കർത്താവ് വിട്ടുപോയോ? ഒന്നുമില്ല. കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനം ഇത് പൂർണ്ണതയുള്ള വചനം. നാം എന്തായി തീരണം, എങ്ങനെ പോകണമെന്ന് വ്യക്തമായി തിരുവെഴുത്തുകൾ പറയുന്നുണ്ട്. അവകാശിയാണ്, യജമാനനാന്നും പറഞ്ഞ് 2 വയസ്സുള്ള ഒരു ശിശു പറയുന്ന കാര്യങ്ങൾ ജോലിക്കാരൻ അനുസരിക്കണമെന്നില്ല. പക്ഷെ ശിശു ആയിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. പക്വതയുള്ളവന് അപ്പൻ തടയത്തില്ല. എന്നാൽ ശിശുവിന് ചിലത് തടഞ്ഞേ പറ്റൂ. എൻ്റെ മോളാന്നും പറഞ്ഞുകൊണ്ട് കണ്ണി കാണുന്നതെല്ലാം ഒരപ്പനും മേടിച്ചു കൊടുക്കത്തില്ല. അവർക്ക് ആവശ്യമുള്ളതേ മേടിച്ചു കൊടുക്കൂ. ഒരവധി വരെ അവർ ഗ്രഹവിചാരകന്മാർക്ക് കീഴ്പ്പെട്ടിരുന്നേ പറ്റൂ. അങ്ങനെ അങ്ങ് വിട്ടുകഴിഞ്ഞാൽ അമേൻ അവകാശത്തിലേക്ക് അവർ എത്തിച്ചേരത്തില്ല. പിതാവ് ആക്കി വെച്ച ഗ്രഹവിചാരകന്മാർക്ക് കീഴ്പ്പെട്ട് നിൽക്കുമ്പോഴാണ് അവകാശത്തിലേക്കുള്ള പ്രയാണം ഒരുവൻ ആരംഭിക്കുന്നത്.